ആറ്റുകാൽ ജ്യോതിശാസ്ത്ര പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസം 22 മുതൽ 28 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം പൊതുവെ നന്നായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും സൽകീർത്തിയും സമ്പത്തും മനസമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത വളരെ കൂടുതലാണ്. ഏത് കാര്യത്തിനും ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ വാരത്തിലുണ്ടാവും. മിക്കവാറും വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. വിവാഹം നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസമാധാനവും സന്തോഷം ലഭിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും. വളരെ നാളുകളായി സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ലബ്ധിക്കുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഇപ്പോൾ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അധിക ചെലവുകളും ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുവെ ഒരു മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടും. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും. പൊതുവെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലോ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും. ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകാത്ത രീതിയിൽ സംസാരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ കുടുംബപരമായിട്ട് വഴക്കുകളോ പ്രശ്നങ്ങളോ കലഹങ്ങളോ ഉണ്ടെങ്കിൽ മൗനവ്രതം എടുക്കുന്നതും വളരെ നന്നായിരിക്കും. ആരെങ്കിലും ഒരാളെങ്കിലും മൗനവ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. സംസാരത്തിലൂടെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ 1-2 കാര്യം ആലോചിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ വളരെ ശ്രദ്ധിക്കുക. ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തിൽ അനുഭവപ്പെടും. പൊതുവെ വാരം നന്നായിരിക്കും. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരോ ചോട്ടാനിക്കരയോ ഒക്കെ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും അതുപോലെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ കുങ്കുമാഭിഷേകം നടത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം പൊതുവെ ഈ വാരം സാമ്പത്തികമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. മുൻകോപം പിടിവാശം കഴിയുന്ന കുറയ്ക്കുന്ന നന്നായിരിക്കും. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രൊമോഷനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ വാരം നന്നായിരിക്കും. ചിങ്ങരാശി മകം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം.
സാമ്പത്തികമായിട്ട് ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയസാധ്യത ഉണ്ടാവും. ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക, വിഷ്ണുവിൻ്റെ പാൽപ്പായസം കഴിപ്പിക്കുക, തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, മഹാസുദർശനത്ര ധരിക്കുന്നത് നന്നായിരിക്കും. കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം പിതൃഗുണവും പിതൃസമ്പത്തും ലഭിക്കാൻ സാധ്യതയുണ്ട്. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത വളരെ കൂടുതലാണ്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സമാധാനവും സന്തോഷം നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം. തുലാം രാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും മനസ്സന്തോഷവും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നല്ലതാണ്. കൃത്യമായിട്ട് മരുന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടത് മാറിക്കിട്ടും. മാതൃഗുണവും പിതൃഗുണവും ഈ വാരത്തിൽ അനുഭവപ്പെടും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സമാധാനവും സന്തോഷവും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കും. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ ശാരീരിക ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും. മാതൃഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. വാഹനഭാഗ്യവും ഈ വാരത്തിൽ ഉണ്ടാകും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതൃസുഖക്കുറവ് അനുഭവപ്പെടും. പിതൃസുഖക്കുറവ് അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ദാമ്പത്യ സുഖം ഈ വാരത്തിൽ അനുഭവപ്പെടും. ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശം കഴിയുന്ന കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി സൗഖ്യം ഈ വാരത്തിലുണ്ടാകും. പൊതു ഈ വാരം നന്നായിരിക്കും. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം വളരെ നന്നായിരിക്കും. മുൻകോപം പിടിവാശിയും കഴിയുന്ന കുറയ്ക്കണം. കാലുവേദനയും നടുവേദനയും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. പൊതുവേ ഈ ഗൃഹവാഹനായ സൗഖ്യവും ഈ വാരത്തിൽ അനുഭവപ്പെടും. ദാമ്പത്യമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുംഭരാശി. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം പൊതുവെ മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. ദാമ്പത്യ സുഖം അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്തെ 15 നാഴിയും ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി.
മീനരാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ ബുദ്ധിമുട്ടുകളോ സന്താന സുഖക്കുറവോ സന്താനങ്ങളെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഈ വാരത്തിൽ അനുഭവപ്പെടും. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആരോഗ്യനില മെച്ചമായിരിക്കും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് വിഷപ്രീതി വരുത്തുക, ചൊവ്വാപ്രീതി വരുത്തുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിശാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. മൊബൈൽ 9447471711. വീണ്ടും അടുത്ത ആഴ്ച കാണാം.